ആരാണ് ചരിത്രത്തിലാദ്യമായി തേർഡ് അമ്പയർ വിധി പ്രകാരം ഔട്ടായത്? സച്ചിനാണോ അതോ ഗാംഗുലിയോ? വർഷം 1992, തീയതി നവംബർ 14, സ്ഥലം ദക്ഷിണാഫ്രിക്കയിലെ ഡർബൻ കിങ്സ് മീഡ് സ്റ്റേഡിയം. അന്നാണ് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ആദ്യ ടെസ്റ്റ് മത്സരം നടക്കുന്നത്. ക്രിക്കറ്റിൽ സാങ്കേതിക വിദ്യയുടെ ഒരു പുതിയ യുഗത്തിന് അന്ന് തുടക്കം കുറിച്ചു. ഇന്ത്യൻ ഇന്നിംഗ്സിൽ ക്രീസിലുള്ളത് യുവതാരം സച്ചിൻ തെണ്ടുൽക്കർ. ഒരു പന്തിൽ സച്ചിൻ വളരെ വേഗത്തിലൊരു സിംഗിളിന് ശ്രമിക്കുന്നു. എന്നാൽ ഈ സമയം ഗ്രൗണ്ടിലെ ഏറ്റവും മികച്ച ഫീൽഡർമാരിലൊരായ ജോൺ ഡി റോഡ്സ് തൻ്റെ വിഖ്യാതമായ വേഗതയും കൃത്യതയുമുള്ള ത്രോ എറിഞ്ഞു. മിന്നൽ വേഗത്തിലുള്ള ആ ത്രോ സ്റ്റമ്പുകളെ തെറിപ്പിച്ചു. അതൊരു റണ്ണൌട്ടാണോ അല്ലയോ എന്ന് ഓൺ ഫീൽഡ് അമ്പയർക്ക് ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല. നിയമമനുസരിച്ച് സംശയമുള്ള ഇത്തരം സാഹചര്യങ്ങളിൽ ആദ്യമായ ഒരു അമ്പയർ ഫീൽഡിലെ തൻ്റെ സഹായത്തിനായി ഗ്രൗണ്ടിന് പുറത്തുള്ള ക്യാമറയ്ക്ക് മുന്നിലിരിക്കുന്ന തേർഡ് അമ്പയറെ സമീപിക്കുന്നു. സ്ലോ മോഷനുള്ള റിപ്ലൈകൾ ഒന്നിലധികം തവണ പരിശോധിക്കുന്നു. ക്യാമറയുടെ കൃത്യമായ ഫ്രെയിമുകൾ വ്യക്തമായി ഉത്തരം നൽകി. സച്ചിൻ തെണ്ടുൽക്കർ ക്രീസിന് പുറത്തായിരിക്കുന്നു. തേർഡ് അമ്പയറിൻ്റെ തീരുമാനം അറിയിച്ചുകൊണ്ട് ചുവപ്പ് ലൈറ്റ് തെളിയുന്നു. ചരിത്രത്തിലാദ്യമായി ടെക്നോളജിയുടെ സഹായത്തോടെ ഒരു കളിക്കാരൻ ഔട്ടായിരിക്കുന്നു. സച്ചിൻ തലകുനിച്ച് പവനിയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ അദ്ദേഹം അറിഞ്ഞിരുന്നില്ല താൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഒരു യുഗപരിവർത്തനത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നുവെന്ന്. അന്നു മുതലാണ് ക്രിക്കറ്റിൽ കൂടുതൽ കൃത്യതയും നീതിയും ഉറപ്പുവരുത്താൻ തേർഡ് അമ്പയർമാർ കളിയിലെ ഒരു നിർണായക ഘടകമായി മാറിയത്.